السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. പ്രവാചക അനുരാഗികൾ ഹബീബിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം, വസന്തമാസം, അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തോരണങ്ങൾ തൂക്കിയും അലങ്കാരങ്ങൾ നടത്തിയും അങ്ങനെ തുടങ്ങി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ മുത്തു ഹബീബിനെ സ്വീകരിക്കാൻ അവകളെല്ലാം ചെയ്തുകൊണ്ട് ഹബീബിൻ്റെ പുണ്യമാക്കപ്പെട്ട വസന്തമാസം അതിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിത്തയ്യാറായിരുന്ന മനതലങ്ങളിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റബീഉ മാസം സമാഗതമായിരിക്കുകയാണ്. വിശ്വാസി സമൂഹം ഹബീബിനോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കാൻ എല്ലാ സമയത്തും ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടു നടക്കുന്നവരാണെങ്കിലും പ്രത്യേകിച്ച് അവിടുത്തെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം ഇതാ സമാഗതമായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ആവേശവും അതിനേക്കാൾ ഉപരി ഹബീബിനോടുള്ള മഹബ്ബത്ത് അവിടെ ഹൃദയങ്ങളിൽ നിന്നും അത് വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, മറ്റു ഖൈറായ വഴികളിലൂടെയൊക്കെ അത് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായ വസന്തകാലത്തെയാണ് നമ്മളൊക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിക്കാൻ അവിടെ നിന്ന് നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ ഒരു അളവ് വ്യത്യാസം വരുത്താതെ പൂർണ്ണമായും ജീവിതത്തിൽ പകർത്താനൊക്കെയുള്ള വലിയ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവിടെ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ കാണിച്ചു തന്ന് പ്രവർത്തനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടാണ് നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വൽസ്വഭാവങ്ങൾ അത് വിശുദ്ധ ഖുർആൻ തന്നെയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അവിടെ നിന്ന് ആരോട് സംസാരിക്കുമ്പോഴും ആരോട് ഇടപഴകുമ്പോഴും പുഞ്ചിരിക്കുന്ന വദനത്തോടുകൂടെ മാത്രമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എത്ര പ്രയാസം ഉള്ള വ്യക്തിയാണെങ്കിലും മുത്ത് ഹബീബിൻ്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടാൽ അതെല്ലാം അലിഞ്ഞു തീർന്ന് മുത്തുനബിയോടുകൂടെ തന്നെ കൂടുതൽ സമയം ചിലവഴിക്കാൻ, അല്ല മുത്തുനബിയോടുകൂടെ തന്നെ നിൽക്കാൻ അവരൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്ന് സ്വഹാബത്തിൻ്റെയൊക്കെ ജീവചരിത്രം വായിക്കുമ്പോൾ, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര സഹാബാക്കളാണ് സ്വന്തം വീട്ടിൽ പോയി കിടക്കാൻ വേണ്ടി പോയാൽ ഉറക്കം വരാതെ മുത്തുനബിയെ കാണാൻ വേണ്ടി ആ കിടക്കപ്പായിൽ നിന്നും തണുപ്പ് വകവെക്കാതെ, ചൂട് വകവെക്കാതെ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദ് നബവിയിൽ തന്നെ വന്ന് മുത്തുനബിയെ പ്രതീക്ഷിച്ചിരുന്ന എത്രയെത്ര സ്വഹാബത്തിൻ്റെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. കാരണം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റം, ആ സ്വഹാബത്തിനോട് മുത്തുനബി തങ്ങൾ കാണിച്ചിരുന്ന സ്നേഹം, അവിടുന്ന് ആ പുഞ്ചിരിക്കുന്ന വദനത്തോടുകൂടിയുള്ള പെരുമാറ്റമൊക്കെ സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷവും വല്ലാത്ത സമാധാനവുമായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞതായി കാണാം, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ പുഞ്ചിരിക്കുന്ന ഒരാളെയും എനിക്ക് കാണാനേ കഴിഞ്ഞിട്ടില്ല എന്ന് അബ്ദുല്ലാഹ് ബിൻ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു പറയാം. കാരണം സ്വഹാബത്തൊക്കെ മുത്തുനബിയോടുള്ള സ്നേഹം അങ്ങനെയാണ്. അവിടുന്ന് എന്ത് ചെയ്യുന്നു, എന്ത് കാണിക്കുന്നു, അതിങ്ങനെ കണ്ടുകൊണ്ട് അതിങ്ങനെ ആസ്വദിക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ, അത് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാരാണ് സ്വഹാബത്ത്. മുത്തുനബിയോടുള്ള സ്നേഹം അവർ ഏതൊക്കെ നിലക്കാണ് പ്രകടിപ്പിച്ചിരുന്നതെന്ന് ഇത്തരം ഹദീസുകൾ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ആ ഹബീബിൻ്റെ മാതൃക ജീവിതത്തിൽ പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.